നമുക്കൊരു അടിപൊളി കോംബോ റെസിപ്പി നോക്കിയാലോ? അപ്പവും ഗ്രീൻ പീസ് കറി. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ അപ്പം ആക്കുന്ന ഒരു സ്പെഷ്യൽ രീതിയിലാണ്. 2 കപ്പ് അരി, അരമുറി തേങ്ങ, അതിൻ്റെ ഒപ്പം ഒരു സ്പൂണെന്ന് പറഞ്ഞാൽ സാധാരണ ചോറ് നമ്മൾ വിളമ്പുന്ന കയ്യിലുണ്ടല്ലോ, അതിന് ഒരു തവി ചോറ്, പിന്നെ 1/2 സ്പൂൺ ഈസ്റ്റും 3 സ്പൂൺ പഞ്ചസാരയും ഒരു സ്പൂണോളം ഉപ്പും ഇത്രയും ചേർത്ത് അത് നെകക്കെ വെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിൽ 8 മണിക്കൂർ അടച്ചു വെക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഗ്രീൻ പീസ് സോക്ക് ചെയ്യാൻ ഇടുന്നുണ്ട്. 8 മണിക്കൂറിന് ശേഷം അരിയും തേങ്ങയും ചോറും കൂടെ ഒന്ന് അരച്ചിട്ട് അതൊരു 2 മണിക്കൂർ വെക്കുക. ഈ സമയത്ത് ഗ്രീൻ പീസ്, ഒരു പച്ചമുളക്, ഒരു സവോളയും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊട്ട് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് ഒന്നും കൂടെ വേവിക്കാൻ വെച്ചു. ഇനി ഒരു ജാർ എടുത്ത് അതിൻ്റെ അകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം. ഇതൊന്ന് ചതച്ചെടുക്കുക. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് എണ്ണ ചൂടായതും അതിൻ്റെ അകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ച സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് 1/2 കഷ്ണം സവോളയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റുക. ഇനി ആ ജാറിലേക്ക് ഒരു പിടി തേങ്ങയും കുറച്ച് ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ആ ഉള്ളിക്കകത്തോട്ട് മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഗ്രീൻ പീസും അരച്ച പച്ചമസാല എല്ലാം കൂടെ ചേർത്ത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി കറിയായി. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടെന്നാണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. 2 മണിക്കൂർ നമ്മൾ അപ്പത്തിൻ്റെ മാവ് മാറ്റി വെച്ചിട്ടില്ലായിരുന്നോ, അന്നേരത്തേക്ക് ഇത് നന്നായിട്ട് പൊങ്ങി നല്ല അടിപൊളി മാവായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് സാധാരണ അപ്പം ചൂടുന്ന പോലെ ചുട്ടെടുക്കാം. പിന്നെ ഈ മാവ് 1 മണിക്കൂർ കൂടുതൽ പുറത്തിരിക്കണം എന്നാണെങ്കിൽ നമുക്കത് ഫ്രിഡ്ജ് എടുത്ത് വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ അപ്പം ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. ഈ രീതിയിൽ അപ്പം ചൂടുവാണെങ്കിൽ ഒരിക്കലും നമ്മളുടെ മാവ് പുളിച്ചു പോവില്ല. അപ്പോൾ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം